Hello everyone, welcome back to our channel friends. നസീമാണ്. ഞാൻ ഇന്ന് ഈ ഒരു ചാനൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇന്നലെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. 300 എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വാർ സിനിമയാണ്, ഒരു യുദ്ധ സിനിമയാണത്. ആ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 300 റൈസ് ഓഫ് ആൻ എംപയർ എന്ന് പറയുന്ന 2014 റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു പാർട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാർട്ടൻ എന്ന് പറയുന്ന നാട്ടിലുള്ള ഒരു 300 വീരന്മാരുടെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഈ ഒരു നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു യുദ്ധമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു 300 വീരന്മാർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പാർട്ടിൽ എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷമുള്ള ആ ഒരു 300 വീരന്മാരെ മരിച്ചതിന് ശേഷം ഈ ഒരു സ്പാർട്ടൻ നാട്ടിൽ നിന്നും ഒരു 10,000 വീരന്മാരെ വരുന്നൊരു സീൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു വീരന്മാരുടെ ആക്രമണമാണല്ലോ ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിനകത്ത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പാർട്ടൻസ് നാട്ടിലുള്ള ആ ഒരു 300 വീരന്മാരെ കൊന്നതിന് ശേഷം ആ ഒരു 8 അടി പൊക്കമുള്ള ആ ഒരു വില്ലൻ എങ്ങനെയാണ് ആ ഒരു പവർ കിട്ടിയെന്നുള്ളതും ആദ്യം ആ ഒരു വില്ലൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു വില്ലൻ ഒരു അച്ഛനുണ്ടായിരുന്നു. ആ ഒരു അച്ഛൻ ഇതുപോലെ ഒരു യുദ്ധത്തിന് വന്ന സമയത്ത് ഈ ഒരു ഏതൻസ് എന്ന് പറഞ്ഞൊരു നാടുണ്ട്. ഈ ഒരു സ്പാർട്ടൻസിനൊക്കെ മൊത്തത്തിലുള്ള ആ ഒരു ഗ്രീക്ക് എന്ന് പറഞ്ഞ ആ ഒരു നാട്ടിലുള്ള ഒരു വലിയൊരു രാജാവാണ്. ആ ഒരു ഗ്രീക്ക് എന്ന് പറഞ്ഞ ഒരു വലിയ നാട്ടിൽ കുഞ്ഞു കുഞ്ഞു നാടുകളുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു നാടാണ് ഈ ഒരു ഏതൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഏതൻസ് നാട്ടിലുള്ള ആ ഒരു രാജാവ് ഈ ഒരു വില്ലനുണ്ട്, ഈ ഒരു സിനിമയുടെ വില്ലൻ്റെ ഫാദറിനെ കൊല്ലുന്നത് മുമ്പ് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു നാടിനെ പിടിച്ചെടുക്കാൻ വന്ന സമയത്ത് ഫാദറിനെ കൊന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു വില്ലൻ സങ്കടപ്പെടുന്നതും ഈ ഒരു വില്ലൻ്റെ അത്ര വലിയൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ഒരു പവർ കിട്ടുന്നതും ഒരു വലിയൊരു ഗോഡ് കിങ് എന്ന് പറയുന്ന ഒരു പേര് കിട്ടുന്നതും ഒക്കെ ഈ ഒരു സിനിമയുടെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തൊരു ലേഡിയെ കാണിക്കുന്നുണ്ട്, ഒരു വില്ലത്തി ലേഡിയെ കാണിക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വില്ലൻ്റെ ഫാദർ എടുത്ത് വളർത്തിയിട്ടുണ്ടായിരുന്ന ഒരു ലേഡിയാണ്. അവളുടെ ഒരു ഫ്ലാഷ് ബാക്ക് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഗ്രീക്കുകാരനും ആ ഒരു ഗ്രീക്ക് നാട്ടിലുള്ള ഒരു ലേഡിയാണ്. അവരെ ഈ ഒരു പേർഷ്യൻസിൽ ആ ഒരു രാജാവ് എടുത്ത് വളർത്തുന്നതും ഈ ഒരു വില്ലൻ്റെ ഫാദർ എടുത്ത് വളർത്തുന്നതും അവൾ വളരെ ശക്തിയുള്ളൊരു പവർഫുൾ ആയിട്ടുള്ളൊരു വില്ലത്തിയായിട്ട് മാറുന്നതൊക്കെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സ്പാർട്ടൻസിലുള്ള അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഏതൻസ് നാട്ടിലുള്ള രാജാവ് സ്പാർട്ടൻസിനെ കൂടെ ചേരണമെന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ഈ ഒരു ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന ആ ഒരു നടൻ്റെ ആ ഒരു ഫസ്റ്റ് പാർട്ടിലുള്ള ഹീറോയിൻ ഉണ്ടല്ലോ, ആ ഒരു ഹീറോയിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നതും നമ്മുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഗ്രീക്ക് നാട്ടിലുള്ള എല്ലാവരും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു വില്ലനെ കൊല്ലാമെന്നുള്ളൊരു കാര്യം പറയുന്നതും അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫസ്റ്റ് പാർട്ടിലുള്ള ഈ ഒരു വലിയൊരു 8 അടി പൊക്കമുള്ള ഒരു വില്ലൻ്റെ എടുത്ത് വളർത്തുന്ന ആ ഒരു മകളുണ്ടല്ലോ, ആ ഒരു വില്ലൻ്റെ ഫാദർ എടുത്ത് വളർത്തുന്ന ആ ഒരു മകൾ, അവളെ കൊല്ലുന്ന ഒരു സിനിമ. അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്ഷൻ സീൻസൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ആദ്യത്തെ സിനിമയിലെക്കാട്ടി എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടർഫുൾ ആയിട്ടുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വില്ലത്തി ലേഡി, അതായത് ഈ ഒരു വില്ലൻ്റെ ഫാദർ എടുത്ത് വളർത്തുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടി കടൽ വഴിയുള്ള ഒരു യുദ്ധം നടത്തുന്നുണ്ട്, ഏതൻസ് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു 300 വീരന്മാരുടെ ആ ഒരു പടയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു 8 അടി പൊക്കമുള്ള ആ ഒരു വില്ലൻ ഉണ്ടല്ലോ, ആ ഒരു വില്ലൻ വരുന്ന സീൻ 2 സ്ഥലത്ത് യുദ്ധം നടക്കുന്നുണ്ട്. ഒന്നാമത്തെ വെച്ചാൽ ആ ഒരു 8 അടി പൊക്കമുള്ള വില്ലനും, രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വില്ലൻ്റെ സഹോദരി എടുത്ത് വളർത്തുന്ന ആ ഒരു കൊച്ചുണ്ടല്ലോ, ആ ഒരു ലേഡിയുടെ ആ ഒരു കടൽ മാർഗ്ഗത്തിലുള്ള ഒരു യുദ്ധവും കപ്പൽ വഴിയും ഭൂമി വഴിയും വാനം വഴി മാത്രമേ, അല്ലെങ്കിൽ ആകാശത്തുകൂടെ ഉള്ള ഒരു യുദ്ധം മാത്രമേ ആ ഒരു സമയത്ത് ഇല്ലാതിരുന്നുള്ളൂ. സോ ഈ ഒരു 2 യുദ്ധം നടക്കുന്നതും അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു വില്ലത്തി ആ ഒരു ലേഡി മരിച്ചു പോകുന്നതും ഈ ഒരു സ്പാർട്ടൻസ് നാടും അതുപോലെ തന്നെ ആ ഒരു ഗ്രീക്ക് നാട്ടിലുള്ള കൊച്ചു നാടുകളെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്ന് ഈ ഒരു പേർഷ്യനിലുള്ള ആ ഒരു ഗോഡ് കിങ് എന്ന് പറഞ്ഞ ആ ഒരു വില്ലനെ കൊല്ലാനായിട്ട് മുന്നിട്ട് വരുന്നതും ഫൈനലി ഉള്ള ഒരു ആക്ഷൻ സീൻസിൽ ആ ഒരു വില്ലത്തി മരിക്കുന്നതും അതുപോലെ തന്നെ അതിനുശേഷം എല്ലാ നാടുകളും ഒന്നു ചെയ്യുന്ന ഒരു സീൻസൊക്കെ ഈ ഒരു പാർട്ട് സെക്കൻഡിൽ റൈസ് ഓഫ് ആൻ എംപയർ എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ബട്ട് എങ്കിലും ഈ ഒരു സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ആദ്യത്തെ ഒരു സിനിമയുടെ അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഈ ഒരു സിനിമയിൽ അത്രത്തോളം ഒരു ഇമ്പാക്റ്റ്, ഒരു സ്ക്രീൻ പ്രസൻസ് നമുക്ക് ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ റൈസ് ഓഫ് ആൻ എംപയർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ നമുക്ക് കിട്ടില്ല. ബട്ട് എങ്കിലും നമുക്ക് നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ഈ ഒരു 300 റൈസ് ഓഫ് ആൻ എംപയർ എന്ന് പറഞ്ഞ ഒരു 2014 റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ. ഇതിൻ്റെ ഒരു പാർട്ടിന് വരും, ആ ഒരു പാർട്ടിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേർഷ്യനിലുള്ള ആ ഒരു വില്ലനെ കൊല്ലുന്നത്. ഈ ഒരു സെക്കൻഡ് പാർട്ടിലും ആ ഒരു വില്ലനെ കൊല്ലുന്നില്ല. അതിനുശേഷമുള്ള ആ ഒരു പാർട്ടിൽ എങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ. പറ്റെങ്കിലും നമുക്ക് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു 6.8 ഒക്കെ നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് കൊടുക്കാം. എൻ്റേതായിട്ടുള്ളൊരു പേഴ്സണൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 6.8 ആണ്. ബട്ടെങ്കിലും നമുക്ക് ഒരുപാട് നല്ല ആക്ഷൻ സീൻസുകളും ഒരുപാട് നല്ല ഒരു ഒരു നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന, നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ് 300 റൈസ് ഓഫ് ആൻ എംപയർ എന്ന് പറയുന്നത്. 300 ഇഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഈ ഒരു സിനിമയിൽ കിട്ടില്ലെങ്കിലും ഉറപ്പായിട്ടും ഈ ഒരു സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ്. എസ്പെഷ്യലി ഇതിലൊരു ഫൈറ്റിംഗ് സീനുണ്ട്, അതായത് ഈ ഒരു വില്ലത്തി ആ ഒരു കപ്പലിനെ വലിയൊരു ആ ഒരു യുദ്ധക്കപ്പലിനെയൊക്കെ ഈ ഒരു ഏതൻസ് നാട്ടിലുള്ള ആ ഒരു രാജാവ് ഈ ഒരു സിനിമയുടെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയിൽ കൊണ്ട് നമ്മുടെ ഈ ഒരു ആക്സിഡൻറ്റ് നടക്കുമല്ലോ കാറിലൊക്കെ, അതുപോലെ കടലിൻ്റെ നറുക്ക് വെച്ചൊരു ഈ കപ്പൽസിനെയൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു സീൻസ് ഉണ്ട്. അത് വണ്ടർഫുള്ളായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സീനുകൾ തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ ഫൈനലിലെ ഒരു ഫൈറ്റ് ഉണ്ട്, അതായത് ഈ ഒരു വില്ലൻ ഈ കുതിരയും കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കടലിൽ കൂടെ നമ്മൾ
കരയിൽ കൂടെ കുതിര പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഈ ഒരു സിനിമയിൽ കടലിൽ കൂടെ പോകുന്ന ഒരു കുതിരയെ കാണിക്കുന്നുണ്ട്. കടലിൽ കൂടെ പോയിട്ട് എല്ലാവരെയും കൊന്നിട്ട് ഫൈനലി ഈ ഒരു വില്ലത്തെ കൊല്ലുന്ന ഒരു സീൻസും അതൊക്കെ വണ്ടർഫുൾ ആയിട്ടുള്ള ഇതിനകത്തുള്ള ഓരോ ഫൈറ്റിംഗ് സീനും നമുക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സിനിമയുടെ വിഷ്വൽ എഫക്ട്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഓരോ സീൻസിലാണെങ്കിലും സീക്വൻസ് എടുത്ത് വെച്ചിരിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ സൗണ്ട്സും എല്ലാം വണ്ടർഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ചുകൂടെ നമുക്കൊരു കളർഫുൾ ഫീൽ ആവുന്നുണ്ട് ഫസ്റ്റ് പാർട്ടിനെ കാട്ടിയും. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതാണ്. കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. എൻ്റെ ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ലീവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു സിനിമയുടെ ലിങ്ക് എൻ്റെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമൻറ്റിൽ ലീവ് ചെയ്യുക. എല്ലാവരും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നുണ്ട്. അനിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ഓൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. Love you all. Take care.